Hello friends, welcome to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ടയർ പ്രഷർ മോണിറ്റർ ഉണ്ടല്ലോ, അത് നമുക്കിപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് ടയർ പ്രഷർ മോണിറ്റർ വയ്ക്കാൻ പറ്റും, അതുപോലെ ഇന്റേണൽ ആയിട്ടുള്ള ടയർ പ്രഷർ മോണിറ്റർ വയ്ക്കാൻ പറ്റും. നമുക്ക് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ പ്രഷറിൻ്റെ നോബ് ഉണ്ടല്ലോ, നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ഈ ഇന്റേണൽ വെക്കുന്നത് പക്ഷെ നമുക്ക് വെക്കാൻ പറ്റില്ല, നമ്മുടെ ടയർ കോരിയിട്ട് ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യേണ്ട ഒരു സെൻസറൊക്കെ, പക്ഷെ അത് ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ ഇഷ്ടം പോലെ നമ്മുടെ ഇപ്പോൾ ഈ ഔട്ട് സൈഡ് തന്നെ സെൻസർ വെക്കാൻ അവൈലബിൾ ആണ്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇന്നൊരു പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഇറങ്ങാണ്ട് മുമ്പ് ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതേപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും മറക്കണ്ട, ആ ബെല്ലടിക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്ന അങ്ങനത്തെ ഒരു സെൻസറാണ് നമ്മുടെ ടയർ പ്രഷർ മോണിറ്റർ നോക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ഒരു പീസാണ് വന്നിട്ടുള്ളത്, നമ്മുടെ ഒരു റിവ്യൂ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് ഒരു പീസായിട്ട് വന്നിട്ടുള്ളൂ. ശരിക്കും ഒരു 4 പീസായിട്ട് നമുക്ക് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്, എന്ന് വെച്ചാൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ബ്രാൻഡിൻ്റെ സൈറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ TYMTX SensAiry എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണത്. നിങ്ങൾക്ക് അതിൽ ക്ലിയർ ആവുന്നുണ്ടോ? അതാ അപ്പോൾ കാണാൻ പറ്റും തോന്നുന്നു. SensAiry എന്നാണ് മോഡലിൻ്റെ പേര്. ബ്രാൻഡിൻ്റെ പേര് ടിംടെക്സ് എന്നാണ്. അതവർക്ക് ഇപ്പോൾ തന്നെ അവർക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് വലിയ പരസ്യം കാണുന്ന പോലെ ഇപ്പോൾ നമ്മുടെ വാച്ചിന്, സ്മാർട്ട് വാച്ചിനൊക്കെ ഇവരുടെ ആപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ആപ്പിൽ കൂടെ നമുക്ക് ശരിക്കും നോക്കാം. ശരിക്കും നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ വേറെ സപ്ലിമെൻ്റ് നോക്കി ഓൾമോസ്റ്റ് ഒരു 4 വരുമ്പോൾ ഒരു 5000 റേറ്റ് വരും കേട്ടോ. പക്ഷേ ഒരു നല്ലൊരു ഗ്യാരണ്ടി, ഇന്ത്യൻ പ്രോഡക്റ്റാണ്, 1 ഇയർ വാറണ്ടിക്ക് തരുന്നതാണ്, ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ശരിക്കും വേണമെങ്കിൽ ബൈക്കിന് ഉപയോഗിക്കാം, 2 വാങ്ങിക്കാനും പറ്റും. കിറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് 5 കിട്ടുന്നുണ്ട്, കിറ്റ് 5 കിട്ടുക. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഇതൊന്നും വെക്കണ്ട. നമുക്കിപ്പോൾ ഇതിൻ്റെ നമ്മുടെ മോണിറ്ററിൻ്റെ ഇതുണ്ടായിരിക്കുമല്ലോ, ആ എക്സ്ട്രാ ഡിവൈസ് നമുക്കിപ്പോൾ കാറിൻ്റെ ഉള്ളിലൊന്നും വെക്കണ്ട. അപ്പോൾ ശരിക്കും പുറത്ത് വയ്ക്കുമ്പോൾ നല്ല ബോറാണ്, അപ്പോൾ അത് വെക്കണ്ട. പിന്നെ ഇതിന് സ്മാർട്ട് അലർട്ട് നോട്ടിഫിക്കേഷനും ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ആപ്പാണ്. ഇപ്പോൾ ആപ്പും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആപ്പിൽ കൂടെ നമുക്ക് എല്ലാ ടയറിൻ്റെയും മോണിറ്റർ ചെയ്യാനും പറ്റും, ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം വരും. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ മോണിറ്റേഴ്സും ചെയ്യാം. അതുപോലെ കാറിൻ്റെ അകം ഇൻറ്റീരിയർ ബോറാക്കും വേണ്ട, വയർ കാണിക്കില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് 70 മൈൻഡ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഡിവൈസ് വേണമെന്നുള്ളവർക്ക് 70 മൈൻഡ് തന്നെ ഇതിൻ്റെ സെയിം സംഭവം തന്നെ, ഫിറ്റ്മെൻറ്റും ഇതൊക്കെ ഈ ഡിവൈസും ഒക്കെ സെയിം ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിവൈസും കൂടി എക്സ്ട്രാ നമുക്ക് ഇവിടെ വയ്ക്കാനുണ്ടായിരിക്കും. അത് സോളാർ പവേർഡാണ്. പിന്നെ അത് വയർഡ് അല്ല, നമ്മുടെ എന്താ പറയുക, വയർലെസ് വഴി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വയർ ഉണ്ടാവും എന്നുള്ള ഭംഗി പോകുന്നുള്ള കുഴപ്പം വേണ്ട. പക്ഷേ അത്യാവശ്യം സൈസുള്ള സാധനമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കി. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് തന്നെ പരിചയപ്പെടുന്നത്, കാരണം മറ്റു ഞാൻ വേണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് ഡിവൈസ്. ഇതിപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചെറിയൊരു സംഭവമാണ്, നമ്മുടെ ടയറിൻ്റെ എയർ അടിക്കുന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സംഭവമാണ്. കണ്ടോ, ഇത്രയുള്ള സംഭവം. ഇതൊരു സെൻസറാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്ററി ഇടണം. ബാറ്ററി ഇടാനുള്ള ഒരു ചെറിയ ബാറ്ററി തന്നിട്ടുണ്ട് അവരുടെ. പിന്നെ നമുക്കൊരു നെട്ടും ബോൾട്ട് തന്നിട്ടുണ്ട്, അത് ടൈറ്റ് ചെയ്യാനുള്ളത്. എന്നുവെച്ചാൽ അത് നമുക്ക് ഇത് വെച്ച് ലോക്ക് ചെയ്യണം. ഇതിൻ്റെ ഒരു കോൾ എന്ന് പറയാനുള്ളത് ഇതാണ്. നമുക്കിപ്പോൾ ഇത് ആൻറ്റി തെഫ്റ്റ് ലോക്കിംഗ് എന്നാണ് പറഞ്ഞത്, വേണമെങ്കിൽ ലോക്ക് ചെയ്താൽ മതി. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സാധനം വേണം, നമുക്ക് എയർ അടിക്കുമ്പോൾ കൂരാൻ. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമുക്കൊരു സേഫ്റ്റിക്ക് എടുത്തുകൊണ്ടിരിക്കാനും അതുപോലെ നല്ല സ്പീഡിൽ പോകുമ്പോൾ അഴിഞ്ഞു പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ നെട്ടും ബോൾട്ട് എക്സ്ട്രാ തന്നിരിക്കുന്നത്. വേണമെങ്കിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഇതിലിടണം. അപ്പോൾ ഞാൻ അതൊന്ന് അടുത്ത് കാണിച്ചു തരാം. സംഭവത്തിലൊന്നുമില്ല, ചുമ്മാ അവരുടെ ബ്രാൻഡ് നെയിം മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതും കൂടെ കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണിത്. ഇത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇതിനുള്ള സെൻസേഴ്സ് ഉണ്ട്, ബാറ്ററി ഇടുന്ന ഒരു ഇതുണ്ട്, കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓരിയിട്ട് ബാറ്ററി ഇടണം. അപ്പോൾ നമുക്ക് ബാറ്ററി ഇടൊന്ന് തിരിച്ചു വരാം. ഇതാ വേണ്ടോ, പിന്നെ ബാറ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഐഡിയ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫോക്കസ് ആവണില്ല എന്ന് തോന്നുന്നു, ചെറിയ സാധനം ഫോക്കസ് ആവാൻ കുറച്ച് പാടാം, മൊബൈൽ ക്യാമറ ആണല്ലോ. അപ്പോൾ അതിങ്ങനെ ഊരിയാൽ മതി. ജസ്റ്റ് കണ്ടോ, ടോപ്പ് പോർഷൻ ഊരാൻ പറ്റും. ഇതാ അങ്ങനെ ഊരാൻ പറ്റും. ഇതിലൊക്കെ ബാറ്ററി ഇടണം. ഇതിൽ ഓൾറെഡി മൈനസ് താഴേന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ ഇടാം. ഓൾറെഡി ഞാൻ ഇട്ടു, ഉണ്ട്, ലോക്കായി. ഇത് ടൈറ്റൻ ചെയ്യാം, വേറെ ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ആപ്പ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ ഇതാ ഇങ്ങനെ വരും. SensAiry എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടായിരിക്കും. അതുപോലെ എൻ്റെ ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടേണ്ട. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്കിൽ തന്നെ വാങ്ങിക്കുക. അപ്പോൾ ചാനലൊരു സപ്പോർട്ടാണ്. ഇതാണ് സംഭവം. ഇതിൽ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ടൈം ഓപ്പൺ കണ്ടു, ഇങ്ങനെ വരിക. SensAiry കണ്ടു. ടയറിൻ്റെ എന്താ പറയുക, ടയറിൻ്റെ മെയിനായിട്ടുള്ള ടയറിൻ്റെ സംഭവങ്ങളാണ് ഫുള്ള് വരുന്നത്, പ്രൊഡക്ട്സ് ഫുള്ള്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് അടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് ഇൻറ്റേർണൽ സെൻസർ വരുന്നുണ്ട് 4 വീലേഴ്സിന്, അതുപോലെ എക്സ്റ്റേണൽ സെൻസർ വരുന്നുണ്ട്. എക്സ്റ്റേണലാണ് ഞാനിപ്പോൾ ഈ കാണിച്ച സാധനം കേട്ടോ. ഇൻറ്റേർണൽ നമ്മൾ ടയർ ഊരിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, ടയറിൻ്റെ കടയിലേക്ക് കൊണ്ടുപോയാൽ ഫിറ്റ് തരും. എല്ലാത്തിനും ഉണ്ട് ഇതിൽ. ഇത് നമ്മുടെ കാറുകൾക്കും ബൈക്കുകൾക്കും ലോങ് റേഞ്ച് വെഹിക്കിൾസും ട്രക്സിനും ഒക്കെ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നെക്സ്റ്റ് അടിക്കാം. പിന്നെ ഇതിൽ ഫീച്ചേഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത് 20 സെൻസർ വരെ നമുക്ക് ഈ ഒരു ആപ്പിൽ കൂടെ ചെയ്യാൻ പറ്റും. മോണിറ്റർ മൾട്ടിപ്പിൾ വെഹിക്കിൾസ് എന്ന് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ കാർ വേണമെങ്കിൽ വേറൊരു കാറിലും വെക്കാം. ഒരേ ആപ്പിൽ കൂടെ തന്നെ അതിലാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അത് അവരെ ഫീച്ചേഴ്സ് കാണിക്കുന്നതാണ്. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ഡാറ്റ അനാലിസിസ് കാണിക്കുന്നുണ്ട്. പിന്നെ HUD സപ്പോർട്ട് ഉണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ എക്സ്ട്രാ ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70 മൈൽ പറഞ്ഞ പോലെ അതാണ് HUD ഡിസ്പ്ലേ അല്ല HUD സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിങ് ആണ്. ഇതിങ്ങനെയാണ് നമ്മൾ കാണിക്കട്ടെ. ഇതിപ്പോൾ അവരൊരു ഡെമോ കാണിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് സംഭവം വരിക. 10 സെക്കൻഡിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഫ്ലോട്ടിങ് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്ത് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഫ്ലോട്ടിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സൈനപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇമെയിലും ഇതൊക്കെ അല്ലെങ്കിൽ ഗൂഗിൾ വെച്ചിട്ടോ ഫേസ്ബുക്ക് വെച്ചിട്ടോ സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ സൈനപ്പ് ചെയ്തിട്ട് വരാം. ഇത് നമ്മളിപ്പോൾ സൈനപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതെന്ന് അറിയില്ല. നമ്മുടെ വെഹിക്കിൾ ആഡ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഇതിപ്പോൾ മാനുവലി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഈ സംഭവം ഒന്ന് നമ്മുടെ ടയറിൽ ടൈറ്റ് ചെയ്യണം, അല്ലാണ്ട് സംഭവം വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് ചെയ്തിട്ട് വരാം. അതാണ് നമ്മുടെ മെയിൻ സംഭവം കേട്ടോ. ഞാൻ നേരത്തെ സൂം ആവാത്ത കാരണം നമ്മുടെ ഇതിൽ ക്യാമറയിൽ ഒന്നുകൂടി സൂമായിട്ട് കാണിച്ചു തരാണ്. ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ SensAiry ബ്രാൻഡ് എഴുതിയിട്ടുണ്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള സംഭവം തന്നെയാണ്, കുഴപ്പമില്ല കേട്ടോ. പ്ലാസ്റ്റിക്കാണ്, ഉള്ളിൽ നമുക്ക് മെറ്റൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നോർമൽ നമ്മൾ ചെയ്യണ പോലെ ദൂരെ നമുക്ക് ആദ്യം അത് ഞാൻ നൈട്രജൻ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നൈട്രജനാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒന്നുമില്ല. അതിപ്പോൾ നമുക്ക് എന്തായാലും ഫിറ്റ് ചെയ്യല്. അപ്പോൾ ആദ്യം കുത്തുമ്പോൾ തന്നെ കുറച്ച് എയർ പോകൂട്ടാം. അതുകൊണ്ട് കുറച്ച് എയർ ലീക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് മച്ചിട്ട സാധനം വെച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് ആപ്പിലേക്ക് പോകാം. ഞാനിപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ഇതിൽ വരണുണ്ടോ, അപ്പോൾ ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിപ്പോൾ പെയർ ചെയ്യാൻ നമുക്കിപ്പോൾ ഒന്നും ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ID ഉണ്ട്. നമ്മളിപ്പോൾ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ അടിച്ചു കൊടുത്ത് ഞാൻ ഇപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ടോ 28.4 ആണ് ഉള്ളത്. 33 വേണം. പിന്നെ 33 ഡിഗ്രിയും കാണിക്കുന്നുണ്ട്. അതുപോലെ അത് ശരിക്കും ഈ സംഭവം നമ്മുടെ സെൻസർ വയ്ക്കുന്നത് നല്ലതാണ്. ശരിക്കും ഇത് നമ്മുടെ ആക്ച്വലി കാറുകളിലൊക്കെ ഇതൊരു റൂളാക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റിക്കും അതുപോലെ എന്താ പറയുക മൈലേജിനും ടയറിൻ്റെ ലൈഫിനും ഒക്കെ നല്ലതാണ് സാധനം. അതുപോലെ നമ്മുടെ ഈ ഡാഷ് ക്യാമും, ഇത് രണ്ടാണ് നമ്മുടെ കാറിൽ മെയിനായിട്ട് ആവശ്യമുള്ളതും. അതുപോലെ ശരിക്കും ഇത് റൂളായിട്ട് വരണം. നമ്മുടെ എയർ ബാഗ് വരണ പോലെ റൂളായിട്ട് വരണം ശരിക്കും ആക്ച്വലി. ഇതിപ്പോൾ കണ്ടു, ഇതിപ്പോൾ 10 സെക്കൻഡിൽ സംഭവം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ശരിക്കും ഒരു ഇൻസ്റ്റാളേഷൻ 10 മിനിറ്റ് വെക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. കറക്റ്റ് മെഷർ വരാൻ വേണ്ടിയിട്ട് കാലിബ്രേഷൻ വരണം. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കുറച്ച് ചേഞ്ച് വരുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്കിപ്പോൾ ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതുകൊണ്ടോ സെൻസർ ID, ഫേംവെയർ വെർഷൻ വരെ കാണാം, ബാറ്ററി ലെവൽ കാണാം, അതുപോലെ മിനിമം ത്രെഷോൾഡ്, മാക്സിമം ത്രെഷോൾഡ്, ടയർ പ്രഷറിൻ്റെ ഹിസ്റ്ററി ഒക്കെ കാണാം. നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരുപാടുമില്ല. അതുപോലെ ഡാഷ് ബോർഡ് കഴിഞ്ഞിട്ട് ഇത് ആപ്പാണ് അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇതാണ് ഡാഷ് ബോർഡ്. നമുക്കിപ്പോൾ വണ്ടി ആഡ് ചെയ്തിട്ട് വരണം. നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. അതുപോലെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കാൻ നമുക്ക് അടുത്ത ഓൺ കൊടുക്കാൻ വേണമെങ്കിൽ ഡിലീറ്റഡ് വെഹിക്കിൾസ് കാണാം, ഡിഫോൾട്ട് ഓൾട്ടിറ്റ്യൂഡ് വയ്ക്കണം, നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് കൊടുക്കാം, നമ്മുടെ നോട്ടിഫിക്കേഷൻ അലാറാം ടോൺ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഫ്ലോട്ടിംഗ് നോട്ടിഫിക്കേഷൻ കൊടുക്കാം. എന്നുവെച്ചാൽ നമുക്ക് ഈസിയായിട്ട് കൊടുക്കാം. പിന്നെ PSI പ്രഷർ ബാർ കീപ്പ് നമ്മുടെ നോർമലി PSI ആണ് ഇന്ത്യയിലേക്ക് ഉപയോഗിക്കുക. അതുപോലെ ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ സെൽഷ്യസ് വേണം, ഫാരൻഹീറ്റ് വേണം, ഒക്കെ സെറ്റ് ചെയ്യാം നമുക്ക്. ശരിയാ മൊബൈൽ ആപ്പ് തന്നെ ധാരാളമാണ്. നമ്മുടെ ഇതിലൊരു ഡിസ്പ്ലേ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഭംഗിയും പോവും. അതുകൊണ്ട് അതൊക്കെ കൊണ്ട് ഈ സാധനം തന്നെ നല്ലത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്മാർട്ടായിട്ട് തന്നെ ഒരു കൺട്രോൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരു നല്ല സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി കാറുകൾക്ക് എടുത്താലോ, കാറിന് വേണ്ടിയിട്ട് ഒരെണ്ണം 4 എടുത്താലോ, 4 ഇല്ല, ഇത് 2 പാക്കേജ് ഉണ്ട് ബൈക്കിന് വേണ്ടിയിട്ട്. അതല്ല പിന്നെ ഉള്ള പാക്ക് വരുന്നത് 5 നമ്മുടെ സ്റ്റെപ്പിന് ഇടയ്ക്കായിട്ടാണ് വരുന്നത്. അതിനൊരു 5000 റേഞ്ച് വരുന്നുണ്ട്.
ബൈക്കുകൾക്ക് തന്നെയാണെങ്കിൽ 2500 രണ്ടെണ്ണത്തിന് കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് താഴെ ഇടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്കിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സപ്പോർട്ടാണത്, മറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ആഡിങ് ഫംഗ്ഷനൊക്കെ ഇതൊക്കെയാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുക. നമ്മുടെ സൈൻ അപ്പ് വന്നെങ്കിൽ നമ്മുടെ സൈൻ ഗൂഗിൾ വെച്ചിട്ടോ ഫേസ്ബുക്ക് വെച്ചിട്ടോ സൈൻ ഇൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്ത് സൈൻ അപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സെൻസർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മുടെ ഒന്നെങ്കിൽ അതിൽ ഒരു QR കോഡ് വരും നമ്മുടെ ബോക്സിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ സെൻസറിൻ്റെയും സൈഡിലായിട്ട് ഒരു ID കാണാം. അതടിച്ചു കൊടുത്താൽ മതി. അതടിച്ചു കൊടുത്ത സംഭവം കഴിഞ്ഞു, അത് പെയറായി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റീഡിങ് കാണിക്കും. പിന്നെ ഒരു ഇൻസ്റ്റാൾ ചെയ്ത ശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ, കാലിബ്രേഷൻ നടക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കാണിക്കാൻ. സംഭവമൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. Very friends, bye.